ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ രൂപയുടെ മൂല്യം, അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ രൂപയുടെ മൂല്യവും ഇടിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആഗോള സാമ്പത്തിക വിപണികളെ അടുത്തറിയുന്നവർക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ലോകമെമ്പാടും ഡോളറിന്റെ മൂല്യം കുറയുമ്പോഴും ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നത്? സാധാരണഗതിയിൽ ഡോളർ ദുർബലമാകുമ്പോൾ രൂപയുടെ മൂല്യം ഉയരേണ്ടതാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിഭാസത്തിന് പിന്നിൽ സങ്കീർണമായ നിരവധി കാരണങ്ങളുണ്ട്. ആഗോള ആഭ്യന്തര ഘടകങ്ങളുടെ ഒരു സമ്മിശ്രമാണ് ഈ സാഹചര്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോളറിന്റെ ബലഹീനതയും മറ്റ് കറൻസികളുടെ ഉയർച്ചയുമാണ് ആദ്യം പറയാനുള്ളത്. അതായത് അമേരിക്കയുടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഡോളറിലുള്ള നിക്ഷേപങ്ങളുടെ ആകർഷണം സാധാരണയായിട്ട് കുറയും. ഇത് ഡോളറിനെ ദുർബലമാക്കുകയും മറ്റ് പ്രധാന കറൻസികളുടെ മൂല്യം ഉയർത്തുകയും ചെയ്യും. ഈ സമയത്ത് യൂറോ, യെൻ, പൗണ്ട് തുടങ്ങിയ കറൻസികൾ നേട്ടം കൈവരിക്കും. അതേസമയം രൂപയ്ക്ക് ഈ നേട്ടം വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിയാറില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം രൂപ ഒരു വികസ്വര രാജ്യത്തിന്റെ കറൻസി ആയതുകൊണ്ട് ആണ് എന്നതാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത താവളമായി കാണുന്നത് ഡോളറിനെയും അതേപോലെ തന്നെ യൂറോ പോലുള്ള പ്രധാന കറൻസികളെയും ഒക്കെയാണ്, അല്ലാതെ രൂപയല്ല. അതായത് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വികസിത രാജ്യമല്ലാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി രൂപയ്ക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ആഭ്യന്തരമായിട്ടുള്ള ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട്. അതായത് രൂപയുടെ ദുർബലതയ്ക്ക് പിന്നിൽ ഡോളർ ദുർബലമാകുമ്പോഴും രൂപ താഴോട്ട് പോകുന്നതിന് പിന്നിൽ പ്രധാനമായും ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് വ്യാപാര കമ്മി അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത്. രാജ്യത്ത് എണ്ണവില ഉയരുമ്പോൾ ഡോളറിന് വേണ്ടിയുള്ള ആവശ്യം കൂടും. ഇത് രൂപയുടെ മൂല്യം താഴാനുള്ള കാരണവുമാകും. ഈ വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിച്ചത് രൂപയ്ക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. അടുത്തത് വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലാണ്. അതായത് ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ വിദേശ നിക്ഷേപകർ, അതായത് FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ ഓഹരികളിൽ നിന്നും കടപ്പത്രങ്ങളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പിൻവാങ്ങൽ ഡോളറിനായുള്ള ആവശ്യം കൂട്ടുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുകയും ചെയ്യും. അടുത്തത് പണപ്പെരുപ്പവും പലിശ നിരക്കും തന്നെയാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഉയർന്ന പണപ്പെരുപ്പം രൂപയുടെ ആന്തരിക മൂല്യത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ഉയർന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ഉയർത്തിയാൽ അത് സാമ്പത്തിക വളർച്ചയെ ബാധിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് ഇന്ത്യയിലെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാകും. ഇത് രൂപയുടെ മൂല്യത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അടുത്തത് രാഷ്ട്രീയ അനിശ്ചിതത്വമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ സാധാരണയായി ജാഗ്രത പാലിക്കാറുണ്ട്. ഇത് സാമ്പത്തിക സുരക്ഷിതത്തിൽ ആശങ്ക സൃഷ്ടിക്കുകയും രൂപയെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം. ആഗോളതലത്തിൽ ഡോളർ ദുർബലമാകുമ്പോഴും രൂപയുടെ മൂല്യം ഇടിയുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ വലിയ വ്യാപാര കമ്മി, ഉയർന്ന പണപ്പെരുപ്പം, വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ, സാമ്പത്തിക നയങ്ങളോടുള്ള ആശങ്കകൾ എന്നിവയെല്ലാം ഒരുമിച്ചുള്ള സ്വാധീനമുണ്ട്. ഈ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം താഴോട്ട് പോകാതെ നിലനിർത്താൻ ഇന്ത്യ ഇറക്കുമതി കുറയ്ക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക, സാമ്പത്തിക നയങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിലും ഡോളർ കൂടുതൽ ശക്തമാകുമ്പോൾ രൂപ നേരിടുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ ഇത് നിർണായകമായിരിക്കുമെന്ന് പറയാതെ വയ്യ. എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ഭാവി? സമീപകാലത്തെ സാമ്പത്തിക പ്രവണതകളെയും ആസൂത്രിതമായ നയങ്ങളെയും ആശ്രയിച്ചിരിക്കും ഇതെന്ന് പറയാതെ വയ്യ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, വ്യാപാര സന്തുലിതാവസ്ഥ, ധനനയങ്ങൾ എന്നിവയെല്ലാം രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. പ്രധാനമായും ഇന്ത്യൻ രൂപ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ആദ്യത്തേത് വ്യാപാര കമ്മി അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുടെ ഇറക്കുമതി എപ്പോഴും കയറ്റുമതിയേക്കാൾ കൂടുതലാണെന്ന് നമുക്കറിയാം. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് രൂപയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. കാരണം അസംസ്കൃത എണ്ണ, സ്വർണം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രൂപയുടെ മൂല്യം താഴോട്ട് പോകാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഇനി ആഗോള വിപണികളിലുള്ള അനിശ്ചിതത്വമാണ്. അമേരിക്കയിലെ പലിശ നിരക്കുകൾ, ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, യുദ്ധങ്ങൾ തുടങ്ങിയവയെല്ലാം വിദേശ നിക്ഷേപകരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത താവളങ്ങൾ തേടുന്നത് രൂപയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണപ്പെരുപ്പമാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മളെല്ലാം ജീവിക്കുന്നത് പണപ്പെരുപ്പത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇപ്പം നമ്മൾ വാങ്ങണമെങ്കിൽ 100 രൂപ കൊടുത്താൽ പോരാ. അത് തന്നെയാണ് പണപ്പെരുപ്പത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ പണപ്പെരുപ്പം ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അതായത് ഇന്ത്യയിലെ ഉയർന്ന പണപ്പെരുപ്പം രൂപയുടെ ആന്തരിക മൂല്യത്തെ ദുർബലമാക്കുന്നുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ രൂപയുടെ
ഭാവിയിൽ നിർണായകവുമാണ്. ഭാവിയിലെ സാധ്യതകളും നേട്ടങ്ങളും ഉണ്ട് എന്ന കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ശക്തമായ സാമ്പത്തിക വളർച്ച ഇതുകൊണ്ടുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അതിവേഗം വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. ഈ വളർച്ച തുടർന്നാൽ അത് വിദേശ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് രൂപയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് വിദേശ നിക്ഷേപമാണ്. ഇന്ത്യയിലെ സ്ഥിരതയാർന്ന രാഷ്ട്രീയ സാഹചര്യവും വിദേശ നിക്ഷേപകർക്ക് അനുകൂലമായ നയങ്ങളും കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് ഡോളറിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം ഉയർത്തുകയും ചെയ്യും. ഡിജിറ്റൽ കറൻസിയാണ് അടുത്തത്, അതായത് ഡിജിറ്റൽ റുപ്പി. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നീക്കങ്ങൾ ഭാവിയിൽ പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും. ഇത് സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാർ ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ച് കയറ്റുമതി കൂട്ടാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കും. വിദേശ നാണയ കരുതൽ ശേഖരവും ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്ക് നിലവിൽ വിദേശ നാണയ കരുതൽ ശേഖരമുണ്ട്. ഇത് രൂപയുടെ മൂല്യം അമിതമായി ഇടിയാതിരിക്കാൻ റിസർവ് ബാങ്കിനെ സഹായിക്കും. ചുരുക്കത്തിൽ ഇന്ത്യൻ രൂപയുടെ ഭാവി വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം, സർക്കാർ നയങ്ങൾ എന്നിവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം സ്ഥിരമായി നിലനിർത്താനും ഭാവിയിൽ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ഡോളറിന് ബദലായി ഇന്ത്യൻ റുപ്പിയിൽ വിനിമയം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം വർദ്ധിക്കുമോ? ബ്രിക്സ് രാജ്യങ്ങൾ അതിന് തയ്യാറാകുന്നു എന്നൊരു വാർത്ത ഇതിനോടകം തന്നെ സജീവമായിട്ട് ചർച്ചയായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്തി നോക്കാം. ഡോളറിന് പകരം ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്തിയാൽ രൂപയുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. ഒന്ന്, രൂപയുടെ മൂല്യവർദ്ധനവ്. ഇന്ത്യൻ രൂപയിൽ നേരിട്ട് വ്യാപാരം നടത്തുന്നതിലൂടെ രൂപയുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. അന്താരാഷ്ട്ര ആവശ്യമാണ്, അതായത് ഇന്റർനാഷണൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഡോളറിന് പകരം രൂപയിൽ വ്യാപാരം ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് രൂപ ആവശ്യമായിട്ട് വരും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ രൂപയുടെ ആവശ്യം വർദ്ധിപ്പിക്കും. ആവശ്യം കൂടുമ്പോൾ ഒരു കറൻസിയുടെ മൂല്യം സ്വാഭാവികമായി ഉയരുമല്ലോ. അടുത്തത് വ്യാപാര കമ്മി കുറയ്ക്കുന്നു എന്നതാണ്, അതായത് റെഡ്യൂസ് ട്രേഡ് ഡെഫിസിറ്റ്. നിലവിൽ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഡോളറിലാണ് നടത്തുന്നത്. ഇതിന് വലിയ അളവിൽ ഡോളർ ശേഖരിച്ച് വെക്കേണ്ടതായി വരും. രൂപയിൽ വ്യാപാരം ചെയ്യുമ്പോൾ ഈ ഡോളർ ആവശ്യം കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനും അതുവഴി രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്താനും സഹായിക്കും. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. റെഡ്യൂസസ് ഡിപ്പെൻഡൻസ് ഓഫ് ഡോളർ. ആഗോള വ്യാപാരത്തിൽ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കുന്നതിന് പല രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇത് തന്നെയാണ്. ഇത് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. രൂപയിൽ വ്യാപാരം ചെയ്യുന്നത് ഇന്ത്യയെ ഡോളറിന്റെ വിലയിടിവിൽ നിന്നും അമേരിക്കൻ സാമ്പത്തിക നയങ്ങളിലെ മാറ്റങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തും. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് രാജ്യങ്ങൾ ഇതിനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളും, റഷ്യയും ചൈനയും അടക്കമുള്ള വലിയ രാജ്യങ്ങളടക്കം അവരവരുടെ കറൻസിയിൽ തന്നെ വിനിമയം ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അതിന് കൃത്യമായിട്ടൊരു ധാരണ എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ശ്രമങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അമേരിക്കയുടെ ഒരു പ്രധാന പേടി സ്വപ്നവും. ഡോളർ ഇടിയുമോ എന്നത് ട്രംപിനെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഡോളറിന് പകരം സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ രൂപയ്ക്ക് വലിയ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത്. വലിയ വ്യാപാര സാധ്യതയാണ് ആദ്യത്തേത്. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ലോക ജനസംഖ്യയുടെയും സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെയും വലിയൊരു ഭാഗം പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം രൂപയിൽ നടത്തുമ്പോൾ രൂപയുടെ സ്വീകാര്യതയും മൂല്യവും ഗണ്യമായിട്ട് വർദ്ധിക്കും. അടുത്തത്, ഡോളറിനെ ഇത് ദുർബലമാക്കുമെന്ന കാര്യമാണ്. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അത് ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. ഇത് രൂപ ഉൾപ്പെടെയുള്ള മറ്റ് കറൻസികൾക്ക് ശക്തി നേടാൻ അവസരവും തുറക്കും. വെല്ലുവിളികൾ ഒരുപാടുണ്ട് കേട്ടോ. അതായത് വിപണിയുടെ വലിപ്പം തന്നെയാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. ഡോളർ വിപണിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിപണി വളരെ ചെറുതാണ്. ലോക വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും ഡോളറിലാണ് നടക്കുന്നത്. ഈ സ്ഥിതി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അടുത്തത് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനുള്ള സ്ഥിരത രൂപയ്ക്ക് നേടാൻ കൂടുതൽ സമയം വേണ്ടിവരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു രാത്രി കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിനൊരു സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഥിരത ഉണ്ടായാൽ മാത്രമേ മറ്റ് രാജ്യങ്ങൾ രൂപയിൽ വ്യാപാരം ചെയ്യാൻ പൂർണ്ണമായും തയ്യാറാവുകയുള്ളൂ. ചുരുക്കത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും രൂപയ്ക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ ഈ മാറ്റം സാവധാനത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിയുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.